ഇന്ത്യയിലെ തന്നെ പ്രഥമ ഫുട്ബോൾ ലീഗായിട്ടുള്ള ISL ഉടൻ ആരംഭിച്ചേക്കും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ചെറിയ റൂമർ നിലവിൽ പരക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ സൂപ്പർ കപ്പിൻ്റെ ഒരു സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാത്ത പല ക്ലബ്ബുകളും തങ്ങളുടെ ട്രെയിനിങ് ഒക്കെ അവസാനിപ്പിച്ച്, അതായത് ട്രെയിനിങ് ഒക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുന്ന ക്ലബിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനം പൂർണ്ണമായിട്ടും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ, അതായത് പ്രവർത്തനരഹിതമായി തുടരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പല ക്ലബ്ബുകളും തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ള 4 ക്ലബ്ബുകൾ മാത്രമാണ് തങ്ങളുടെ പ്രവർത്തനം ചെറിയ തോതിലെങ്കിലും ട്രെയിനിങ് സെഷൻസ് ആയിട്ട് നടത്തുന്നത്. ഉറപ്പായും ഈ വരുന്ന ഡിസംബർ 3-നും അതുപോലെ തന്നെ ഡിസംബർ 7-നും മത്സരങ്ങളുണ്ട്. അതായത് ഡിസംബർ 7-നാണ് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ വരുന്നത്. സോ അങ്ങനെയുള്ള ക്ലബ്ബുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ISLൻ്റെ കാര്യത്തിലുള്ള വ്യക്തതയിൽ, അല്ലെങ്കിൽ വ്യക്തത വരേണ്ടതായിട്ടുള്ളത് ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന തരത്തിലുള്ളൊരു ഉറപ്പ് സ്പോർട്സ് മിനിസ്ട്രി ഓഫ് യൂണിയൻ, അതായത് ഇന്ത്യയിലെ തന്നെ യൂണിയൻ സ്പോർട്സ് മിനിസ്ട്രി ആരാധകർക്കൊരു വാഗ്ദാനം അതായത് നൽകിയിട്ടുണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് 2 ആഴ്ച ടൈം പീരീഡ് ആയിരുന്നു സുപ്രീം കോർട്ടിൻ്റെ അടുത്ത്. സോ ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മീറ്റിംഗ് ഒക്കെ തന്നെ, അതായത് ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ തന്നെ മീറ്റിംഗ് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് മീറ്റിങ്ങും യോഗങ്ങളും ഒക്കെ തന്നെ ചേരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് പോസിറ്റീവായ തരത്തിൽ ചില സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ നേരത്തെ തന്നെ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായതാണ്. പോരാത്തതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഈ ഒരു ISL നടക്കുക എന്നുള്ളത് വളരെയധികം ആരാധകർക്കും, അതുകൊണ്ട് തന്നെ ആരാധകർക്കുപരി താരങ്ങൾക്കും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക്, അല്ലെങ്കിൽ അവർ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ടോപ്പ് ടയർ ലീഗ് എന്ന നിലയിൽ ISLനെയാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു വരുമാനമാകും തന്നെ ഇല്ലാതാവുന്ന സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നതായിരിക്കും. സോ ഈ ഒരു തരത്തിൽ ISLൻ്റെ കാര്യത്തിലുള്ള വ്യക്തത ഉടൻ വരും. അതായത് ജനുവരിയിൽ ISL ആരംഭിക്കുമെന്ന തരത്തിലുള്ള പലരും ഉറപ്പുകളൊക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് തന്നെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നതാണ്. അതിനുമൊക്കെ മുമ്പ്, അതായത് മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 14-ന് ISL ആരംഭിക്കുമെന്ന തരത്തിലുള്ള ഒരു വാർത്ത, അതായത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ISL സീസണിൽ അവസാനിക്കുന്ന ടൈം പീരീഡിൽ തന്നെ അങ്ങനെ ഒരു വാർത്തയൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ആ ഒരു വാർത്തയ്ക്കൊന്നും തന്നെ നിലവിൽ വലിയ കഴമ്പില്ലാതെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ISL സീസൺ, ISL 2025-26, അതായത് ISLൻ്റെ 12-ാം സീസൺ എന്നാരംഭിക്കുമെന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിൽ പോലും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള, വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബായിട്ടുള്ള മോഹൻ ബഗാൻ്റെ പുതിയൊരു നീക്കം, അതായത് അവരുടെ പുതിയ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറ, അവർ ഒഡീഷ FC പരിശീലകനായ സെർജിയോ ലൊബേറെ തങ്ങളുടെ ടീമിലേക്ക് നിലവിൽ എത്തിച്ചിരിക്കുകയാണ്. ഹോസെ മൗലിനിക്ക് പകരമാണ് നിലവിൽ സെർജിയോ ലൊബേറെ അവരുടെ മെയിൻ പരിശീലകനായിട്ട്, മുഖ്യ പരിശീലകനായിട്ട് നിലവിൽ മോഹൻ ബഗാൻ ടീം എത്തിച്ചിട്ടുള്ളത്. അവർ ഈ ഒരു നവംബർ 30-ാം തീയതിയോടുകൂടി ട്രെയിനിങ് ആരംഭിക്കുമെന്ന തരത്തിലുള്ളൊരു വാർത്ത നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ കൂടുതലും കാര്യങ്ങളൊക്കെ തന്നെ പ്രചരിക്കുന്നത്. അതായത് AFC കോമ്പറ്റീഷനിലോ അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലോ ഇല്ലാത്ത മോഹൻ ബഗാൻ നിലവിൽ ഇപ്പോഴേ ട്രെയിനിങ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ISLനെ, അല്ലെങ്കിൽ ISLൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ISL ലക്ഷ്യം വെച്ചായിരിക്കുമെന്നാണ് നിലവിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISL ഉടൻ ആരംഭിക്കുവാനായിട്ടുള്ളൊരു സാധ്യത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സപ്പോസ് ഇനി ISL ജനുവരിയിൽ ആരംഭിക്കുകയാണെന്ന് തന്നെ കരുതുക, ഒരു 1 മന്ത് പീരീഡോളം തന്നെ സാധാരണയായിട്ട് എല്ലാ ISL സീസണിന് മുമ്പും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ISL ക്ലബ്ബുകൾ പ്രീ സീസൺ ട്രെയിനിങ് ആയിട്ട് എടുക്കാറുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു മികച്ച തീരുമാനം തന്നെയാണ് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എടുത്തിട്ടുള്ളത്. ISL ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനുവരിയിൽ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും മോഹൻ ബഗാന് വളരെ വലിയൊരു ഗുണം തന്നെ ആയിരിക്കും എന്നൊരു കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, അവരുടെ പുതിയ കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറയുടെ കീഴിൽ, അതായത് ISLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, വളരെയധികം തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു കോച്ചാണ് സെർജിയോ ലൊബേറ. എന്നാൽ തന്നെ അത്രയും മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ISL മെറ്റീരിയൽ കൂടിയായിട്ടുള്ള ഒരു കോച്ചിനെ ടീമിലേക്ക് എത്തിച്ചൊരു സാഹചര്യത്തിൽ ഉറപ്പായും മോഹൻ ബഗാൻ കുറച്ചുകൂടി വ്യക്തത, അതായത് കുറച്ചുകൂടി മികച്ച പ്രകടനം പുലർത്താനായിരിക്കും ഒരു പക്ഷേ ഈ ഒരു നവംബർ 30-ാം തീയതിയോട് കൂടി അവരുടെ ട്രെയിനിങ് ആരംഭിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അല്ലെങ്കിൽ മോഹൻ ബഗാൻ്റെ ഈ ഒരു സ്ട്രക്ചർ പല ISL ക്ലബ്ബുകളും ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് എടുത്ത് പറയേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ISL ഉടൻ തന്നെ ആരംഭിക്കണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ഉറപ്പായും തന്നെ ISL ഉടൻ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു പ്രധാന തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ വെച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്.